ക്രിക്കറ്റ് ചരിത്രത്തിലെ ഗോഡ് ജാക്ക് കാലിസ് ആണ്. സ്റ്റാറ്റ്സ് ഒരിക്കലും കള്ളം പറയില്ല. ഓസ്ട്രേലിയൻ സ്പീഡ് ഗൺ ബെഡ്ലി അടുത്തിടെ നടത്തിയ പ്രസ്താവന ക്രിക്കറ്റ് ലോകത്ത് വലിയ തരംഗമാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. സച്ചിനാണോ കാലിസാണോ ക്രിക്കറ്റിലെ ഗോട്ട് എന്ന ചർച്ചകളാണെങ്കും. ഇന്ത്യക്കാർക്ക് ഇന്നും സച്ചിൻ ഒരു വികാരമാണ്. അയാളേക്കാൾ മുകളിൽ മറ്റാരുമില്ല എന്ന് വിശ്വസിക്കുന്ന കോടിക്കണക്കിന് പേരുണ്ട്. പക്ഷേ കണക്കുകൾ നോക്കുമ്പോൾ ജാക്ക് കാലിസ് സച്ചിനേക്കാൾ മുന്നിലാണോ? ഈ വിഷയത്തിൽ വിവിധ വശങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ട് നമുക്കും ആരാണ് ഗോട്ട് എന്നതിൽ ഒരു തീർപ്പിലെത്താം. ആദ്യം ടെസ്റ്റിൽ നിന്നും തുടങ്ങാം. സച്ചിൻ 200 ടെസ്റ്റ് മത്സരങ്ങളാണ് കളിച്ചത്. 329 ഇന്നിങ്സുകൾ, 15,921 റൺസ്, ആവറേജ് 53.78, 51 സെഞ്ചുറികൾ. ഇനി കാലിസിലേക്ക് വന്നാലോ, 166 ടെസ്റ്റ് മത്സരങ്ങൾ, 280 ഇന്നിങ്സുകൾ, 13,289 റൺസ്, ആവറേജ് 55.37, 45 സെഞ്ചുറികൾ. അഥവാ കമ്പാരിസൺ നടത്തുമ്പോൾ കട്ടയ്ക്ക് കട്ട. ബാറ്റിംഗ് ആവറേജിൽ സച്ചിനേക്കാൾ നേരിയ ശതമാനത്തിന് കാലിസ് മുന്നിലാണ്. രണ്ടുപേരും ഏതാണ്ട് ഒരേ കാലത്താണ് കളിച്ചത്. സച്ചിൻ കാലിസിന് മുമ്പേ കളി തുടങ്ങിയെന്ന വ്യത്യാസം മാത്രം. സച്ചിൻ്റെ 51 ടെസ്റ്റ് സെഞ്ചുറികളിൽ 33 എണ്ണവും ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലാണ്. പക്ഷേ കാലിസിൻ്റെ റൺസിലധികവും ദക്ഷിണാഫ്രിക്കയിലെ പേസിനെയും ബുൺസിനെയും അതിജീവിച്ചാണ് എന്ന വാദം ചിലർ ഉയർത്തുന്നുണ്ട്. എന്നാൽ ദക്ഷിണാഫ്രിക്കൻ പിച്ചിൽ ടെസ്റ്റിൽ 46 എന്ന മികച്ച ആവറേജ് സച്ചിനുമുണ്ട് എന്നത് മറന്നുകൂടാ. ബാറ്റിങ്ങിൽ ഇരുവരും കട്ടയ്ക്ക് കട്ടാണെങ്കിലും കാലിസിന് ഗോഡ് ഡിബേറ്റിൽ മുൻതൂക്കം നൽകുന്നൊരു കാര്യമുണ്ട്. മുമ്പൊരിക്കൽ ഇന്ത്യ ദക്ഷിണാഫ്രിക്ക ടെസ്റ്റിനിടെ സ്ക്രീനിൽ തെളിഞ്ഞൊരു കാർഡ് പലർക്കും ഓർമ്മയുണ്ടാകും. അന്ന് ബാറ്റിങ്ങിലെ റെക്കോർഡിൽ സച്ചിനോട് മത്സരിക്കുന്ന അതേ കാലിസിന് സഹീർ ഖാനോട് മത്സരിക്കാൻ പോന്ന വിക്കറ്റുകളുമുണ്ട്. ടെസ്റ്റിൽ സച്ചിൻ നേടിയത് 46 വിക്കറ്റുകളാണെങ്കിൽ ജാക്ക് കാലിസ് എറിഞ്ഞിട്ടത് 292 വിക്കറ്റുകളാണ്. അതായത് ദക്ഷിണാഫ്രിക്കയ്ക്ക് വേണ്ടി ഒരു ഫ്രണ്ട് ലൈൻ ഫസ്റ്റ് ബോളറുടെ ചുമതല വഹിച്ച് 13,000-ലധികം റൺസും അടിച്ചുകൂട്ടിയ ഒരു മഹാപ്രതിഭാസം. ഇനി ഏകദിന ക്രിക്കറ്റിലേക്ക് വരാം. സച്ചിൻ 463 ഏകദിനങ്ങൾ കളിച്ചു. ഭൂമിയിൽ മറ്റാരും ഇതുവരെയും കളിച്ചിട്ടില്ലാത്ത അത്രയും മത്സരങ്ങൾ. 18,426 റൺസ് എന്ന കൊടുമുടിയും സച്ചിൻ്റെ പേരിലുണ്ട്. പേരിലുള്ളത് 49 സെഞ്ചുറികൾ. ഇനി കാലിസോ ഏകദിനത്തിൽ 328 മത്സരങ്ങൾ കളിച്ചു. 11,579 റൺസാണ് സമ്പാദ്യം. 17 സെഞ്ചുറികളും കൂട്ടിനുണ്ട്. ഇരുവരും കളിച്ച മത്സരങ്ങളുടെ എണ്ണത്തിൽ വ്യത്യാസമുള്ളതിനാൽ പൂർണ്ണമായ കമ്പാരിസൺ സാധ്യമല്ല. പക്ഷേ ബാറ്റിംഗ് ആവറേജ് എടുത്താൽ ഇരുവരും ഒപ്പത്തിനൊപ്പമാണ്. സച്ചിൻ 44.83, കാലിസ് 44.36. പക്ഷേ നമ്മൾ സ്റ്റാറ്റ്സ് മാത്രം എടുക്കുമ്പോഴുള്ള ഒരു പ്രശ്നമുണ്ട്. അവിടെ ആ റൺസിൻ്റെ ഇമ്പാക്റ്റുകൾ പരിഗണിക്കപ്പെടാതെ പോകുന്നു. അതായത് ഏകദിനത്തിൽ സച്ചിൻ്റെ സ്ട്രൈക്ക് റേറ്റ് 86.23 എന്നാൽ കാലിസിൻ്റേത് 72.89 മാത്രവും. അതായത് ഇരുവരുടെയും ശൈലികൾ തമ്മിൽ അജഗജാന്തരമുണ്ട്. കാലിസ് ഏകദിനത്തിൽ ടീമിൻ്റെ ആങ്കർ റോൾ കളിച്ചപ്പോൾ സച്ചിൻ എതിരാളികളുടെ ബോളിംഗ് നിരയെ തല്ലിത്തഴച്ച ഓപ്പണറായിരുന്നു. എങ്കിലും കാലിസിൻ്റെ ഓൾറൗണ്ട് മിടുക്ക് ഏകദിനത്തിലും കാണാം. 273 വിക്കറ്റുകൾ ഏകദിനത്തിലും കാലിസിൻ്റെ പേരിലുണ്ട്. പക്ഷേ സച്ചിനും മോശമല്ല. 154 വിക്കറ്റുകൾ ഏകദിനത്തിൽ സച്ചിൻ്റെ പേരിലുണ്ട്. ഇനി ഫീൽഡിങ്ങിലോ, അവിടെയും കാലിസ് ഒരു വിസ്മയമാണ്. ജാക്ക് കാലിസ് ടെസ്റ്റിൽ മാത്രം എടുത്തത് 200 ക്യാച്ചുകളാണ്. ദക്ഷിണാഫ്രിക്കയുടെ സ്ലിപ്പ് കോർഡനിൽ കാലിസ് ഒരു പാറ പോലെ ഉറച്ചു നിന്നു. ക്രീസിൽ മണിക്കൂറുകളോളം ബാറ്റ് ചെയ്യുക, അതിനുശേഷം 15 മുതൽ 20 ഓവറുകൾ വരെ 135 കിലോമീറ്ററിലധികം വേഗതയിൽ പന്തെറിയുക, അതിനുശേഷം സ്ലിപ്പിൽ പോയി അവിശ്വസനീയമായ ക്യാച്ചുകൾ എടുക്കുക. ജാക്ക് കാലിസിൻ്റെ ഈ ശാരീരികക്ഷമതയും ലോങ്ങറ്റിവിറ്റിയും മറ്റൊരാൾക്കും ഇനി എത്തിപ്പിടിക്കാനാകില്ല. സച്ചിൻ ടെസ്റ്റ് ക്രിക്കറ്റിൽ എടുത്തത് 115 ക്യാച്ചുകളാണ്. സ്റ്റാറ്റ്സുകൾക്കപ്പുറം ഇരു താരങ്ങളും കളിച്ച വൈകാരിക പരിസരം തമ്മിൽ മാറ്റമുണ്ട്. ക്രിക്കറ്റ് എല്ലാമായി ഒരു രാജ്യത്തിൻ്റെ സങ്കടങ്ങളും പ്രതീക്ഷകളും ചുമലിലേറ്റിയുള്ള കളിയായിരുന്നു സച്ചിൻ്റേത്. 1990കളിലും 2000 ആണ്ടുകൾ തുടക്കത്തിലും ഇന്ത്യൻ ബാറ്റിംഗ് നിര തകർന്നടിയുമ്പോൾ സച്ചിൻ മാത്രമായിരുന്നു ഏക പ്രതീക്ഷ. സച്ചിൻ അനുഭവിച്ച സമ്മർദ്ദം സമാനതകളില്ലാത്തതായിരുന്നു. മറുവശത്ത് കാലിസിനോ അയാൾക്കൊരിക്കലും സച്ചിനോളം പ്രതീക്ഷകളും സമ്മർദ്ദങ്ങളും ഏറ്റെടുക്കേണ്ടി വന്നിട്ടില്ല. ദക്ഷിണാഫ്രിക്കൻ ടീമിൽ അദ്ദേഹത്തിന് ചുറ്റും ലോകോത്തര താരനിര തന്നെ ഉണ്ടായിരുന്നു. എങ്കിലും ദക്ഷിണാഫ്രിക്കൻ ബാറ്റിങ്ങിൻ്റെ നെടുന്തൂൺ എന്ന ഭാരം കരിയറിൽ ഉടനീളം കാലിസ് കൃത്യമായി നിർവഹിച്ചു പോന്നു. കളിയെ മാറ്റിമറിക്കാനുള്ള എബിലിറ്റിയുടെയും മാച്ച് വിന്നിംഗ് ഇമ്പാക്റ്റിൻ്റെയും ഏറ്റവും വലിയ തെളിവ് മാൻ ഓഫ് ദി മാച്ച് പുരസ്കാരങ്ങളാണ്. ആ കണക്കുകൾ കൂടി പരിശോധിക്കാം. അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ ആകെ സച്ചിൻ തെണ്ടുൽക്കർ 664 മത്സരങ്ങളിൽ നിന്ന് 76 തവണ മാൻ ഓഫ് ദി മാച്ച് നേടിയിട്ടുണ്ട്. ഇക്കാര്യത്തിൽ മറ്റാരെക്കാളും മുന്നിൽ. ആകെ 519 മത്സരങ്ങളിൽ നിന്ന് 57 തവണ കാലിസും മാൻ ഓഫ് ദി മാച്ച് പുരസ്കാരം നേടി. പക്ഷേ ടെസ്റ്റ് ക്രിക്കറ്റിലെ കണക്കുകൾ നോക്കുമ്പോൾ കാലിസിനാണ് ബിഗ് ഇമ്പാക്റ്റ്. കാരണം ടെസ്റ്റ് ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ മാൻ ഓഫ് ദി മാച്ച് അവാർഡുകൾ നേടിയ റെക്കോർഡ് ജാക്ക് കാലിസിൻ്റെ പേരിലാണ്. 23 തവണ. സച്ചിൻ ടെസ്റ്റിൽ 14 തവണയാണ് മാൻ ഓഫ് ദി മാച്ച് നേടിയത്.
എന്നാൽ ഏകദിനത്തിൻ്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ സച്ചിൻ കാലിസിനെ ബഹുദൂരം പിന്നിലാക്കുന്നു. സച്ചിൻ 62 തവണ കളിയിലെ താരമായപ്പോൾ കാലിസ് 32 തവണയാണ് താരമായത്. വലിയ ടൂർണമെൻറ്റുകളിൽ അഥവാ ICC ഇവൻറ്റുകളിൽ ആരായിരുന്നു തിളങ്ങിയത് എന്ന് ചോദിച്ചാൽ ഓഫ് കോഴ്സ് സച്ചിന് കൃത്യമായ അഡ്വാൻറ്റേജ് ഉണ്ട്, പ്രത്യേകിച്ചും ലോകകപ്പുകളിൽ. അതിനർത്ഥം കാലിസ് ലോകകപ്പിൽ മോശക്കാരനാണ് എന്നല്ല. പക്ഷേ ലോകകപ്പിൽ സച്ചിൻ 56 ആവറേജിൽ 2278 റൺസ് അടിച്ചപ്പോൾ 45 ആവറേജിൽ 1148 റൺസേ കാലിസിന് നേടാനായുള്ളൂ. ദക്ഷിണാഫ്രിക്ക ചാമ്പ്യന്മാരായ 1998 ICC നോക്കൌട്ട് ട്രോഫിയിൽ ബാറ്റ് കൊണ്ടും പന്ത് കൊണ്ടും തിമിർത്താടിയതാണ് കാലിസിൻ്റെ കരിയറിലെ പ്രധാന നേട്ടം. ചുരുക്കത്തിൽ മുമ്പ് ദക്ഷിണാഫ്രിക്കൻ കോച്ച് മിക്കി ആർത്തർ പറഞ്ഞ പോലെ റിക്കി പോണ്ടിങ്ങിൻ്റെ ബാറ്റിങ്ങും ബ്രെഡ്ലിയുടെ ബോളിങ്ങും ഒരൊറ്റ കളിക്കാരനിൽ ചേർത്ത് വെച്ചാൽ എങ്ങനെയായിരിക്കും? അതായിരുന്നു ജാക്ക് കാലിസ്. അപ്പോൾ ആരാണ് ഗോട്ട് എന്ന് ചോദിച്ചാൽ അത് നിങ്ങൾ എങ്ങനെ അളക്കുന്നു എന്നതിനനുസരിച്ചിരിക്കും. ബാറ്റിങ്ങിലെ സാങ്കേതിക തികവും മാച്ച് വിന്നിംഗ് ഇമ്പാക്റ്റും വൈകാരിക തരങ്ങളും പരിശോധിക്കുമ്പോൾ സച്ചിൻ തന്നെയാണ് ഗോട്ട്. പക്ഷേ കണക്കുകൾ, വിക്കറ്റുകൾ, റൺസുകൾ, ഫീൽഡിംഗ് എന്നിവയെല്ലാം ഉൾപ്പെടുന്ന ഒരു കംപ്ലീറ്റ്നെസ് ആണ് മാനദണ്ഡമെങ്കിൽ ബ്രെഡ്ലി പറഞ്ഞ പോലെ ജാക്ക് കാലിസിന് മുകളിൽ മറ്റൊരു പേരില്ല. ഈ വിഷയത്തിൽ എന്താണ് നിങ്ങളുടെ ടേക്ക്?